ഹലോ, നമുക്കിന്നൊരു ചെറിയ ഡ്രൈവിങ്ങിന് പോയാലോ? ചെറിയൊരു യാത്ര. അത് നമ്മുടെ മനസ്സിനും മൈൻഡിനും ഒക്കെ റിലാക്സ് കിട്ടുന്ന ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ പോണത്. നമ്മുടെ പാലക്കാട്. പിയർ ലൊക്കേഷൻ വേണ്ടവർ കമൻറ്റ് ചെയ്യുക, അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പം നേരെ പാലക്കാട് ലക്ഷ്യമിട്ട് പോകണേണ്. നല്ല ഭംഗിയില്ലേ? രണ്ട് സൈഡ് നിറച്ചും പച്ചപ്പും നല്ലൊരു എന്താ പറയുക, നമ്മുടെ മണ്ണിൻ്റെ മണമെന്നൊക്കെ പറയുന്നില്ലേ? അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ വലിയൊരു ഭാഗ്യമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനൊരു യാത്ര. ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ചെറിയൊരു യാത്ര, ഒരു വൺ ഡേ ട്രിപ്പ്. ഈ കാണുന്നത് മഞ്ഞല്ല, പുകയാണ്. തീ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ തീ ഇട്ട് നമ്മൾ വെറുപ്പിക്കുകയാണ്. അത് നിങ്ങൾ കാര്യമാക്കണ്ട. നമ്മൾ നേരെ കാടിൻ്റെ ഉള്ളിലോട്ട് ലക്ഷ്യമിട്ട് പോവുകയാണ്. എന്നാ ഭംഗിയാണെന്നറിയാമോ? പറഞ്ഞറിയാൻ പറ്റാത്തൊരു ഭംഗിയുണ്ട് കേട്ടോ. കേട്ടോ, മലയെ കണ്ടില്ല, അതിൻ്റെ മേലോട്ടൊന്നും അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് വായിക്കാൻ പറ്റിയില്ല. പിന്നെ നേരെ അവിടെ നിന്ന് പാസ് എടുത്ത് നമ്മൾ നേരെ മാമലക്കണ്ട വെച്ച് വിട്ട്. ഈ ഒരു പാലവും ഈ ഒരു ബ്രിഡ്ജൊക്കെ ഓർമ്മയുള്ളവർ കമൻറ്റ് ചെയ്യുക. അതിനുശേഷം ഞാൻ പറയാം കേട്ടോ. അങ്ങനെ നേരെ കാട്ടിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ കാട്ടുള്ളിൽ കയറുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് പേരോട് അനുവാദം ചോദിക്കാറുണ്ട്. കണ്ടോ, അവരോട് അനുവാദമൊക്കെ ചോദിച്ച് കാറിൽ കയറുമെന്ന് തോന്നിയപ്പോൾ ഞാൻ വെച്ച് വിട്ട അവിടെ നിന്ന്. ഈ കാണുന്ന ചെടികൾ, ഈ ചെറിയുള്ള മരങ്ങളിലെല്ലാം ഇലകളില്ല, പക്ഷെ നല്ലൊരു ഭംഗിയുള്ള യെല്ലോ കളറിലൊരു ഫ്ലവർ ഉണ്ട്. എന്നാ ഭംഗിയാണെന്നറിയാവോ? അത് എന്നെ കൂടുതൽ ആകർഷിച്ചത് ആ ഒരു ഫ്ലവറാണ് കേട്ടോ. പറിക്കാൻ പറ്റില്ല, ഒത്തിരി ഹൈറ്റ് ആയതുകൊണ്ട് നമുക്ക് പറിച്ചെടുക്കാനോ കൂടുതൽ സൂം ചെയ്ത് കാണിക്കാനോ പറ്റില്ല. ഞാൻ നന്നായിട്ട് റിലാക്സ് ചെയ്തിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. എൻ്റെ ഉറക്കക്ഷീണമൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ നാടിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇത് ഈ കാണുന്നതാണ്. ഇതൊന്നും ആരും എക്സ്പ്ലോർ ചെയ്യാറില്ല എന്നതാണ് സത്യം. ഞാൻ ഫുള്ള് ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നന്നായിട്ട് റിലാക്സ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടിൽ കയറാൻ കിട്ടിയൊരവസരം പാഴാക്കരുത്. നേരെ കാട്ടുള്ളിൽ കയറി പുലി വന്നാൽ പിടിക്കട്ടെ, കല്ലി വല്ലി. അങ്ങനെ അവിടെ ചെന്ന് വീഡിയോസ് റീൽസൊക്കെ എടുത്തപ്പോഴത്തേക്കിട്ട് സൗണ്ട് കേട്ട് നേരെ പേടി പിന്നെ നമുക്ക് പണ്ടേ ഉള്ളതുകൊണ്ട് പേടിച്ച് ചാടി അവിടെ വീഴാനൊക്കെ പോയിട്ടാ ചാടി ഇറങ്ങി ഓടി കാറി കയറി ഞാൻ. അങ്ങനെ വീണ്ടും നമ്മൾ കാടിൻ്റെ വലത്തിലോട്ട് പോണേണ്. അപ്പം അതിൻ്റെ ഇടക്ക് ഒരാൾ പോയത് കണ്ടില്ലേ? അത് നിങ്ങളിൽ ആരെങ്കിലും ഒരാളായിരിക്കും അത് എന്ന് സങ്കല്പിക്കുക. ഏവിറ്റിയുടെ തേയിലത്തോട്ടം, കുറേ തേയിലയൊക്കെ പറിച്ചെടുത്തട്ടോ തിരിച്ചു പോന്നു. അപ്പം എൻ്റെടാ അതേ വരുന്നു. കാണാൻ ആഗ്രഹിച്ച ആൾ കൺമുന്നിൽ വന്ന് വിട്ട്. എൻ്റെ അമ്മച്ചിയേ, ഓർഡറോ നിൽക്കണോ? എന്നിരുന്നാലും നോക്കാം. നമുക്കിതിൻ്റെ മേളിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഒരു ദിവസം വേണ്ടി വരും. ഇവൻ അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. ഞാൻ വരുന്നു, നീ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട്. പേടിയുണ്ടെങ്കിലും കാറിലിങ്ങനെ ഏത് സമയം സ്പീഡിൽ പോകണോ എന്ന് കരുതി അവിടെ നിന്ന് അവൻ സുഖമായിട്ട് ഇറങ്ങി. ഞാൻ ബാക്കോട്ട് പോകുമ്പോൾ അവൻ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു. നമുക്കിവനൊരു പേരിടാം, കുംക്കി എന്ന് വിളിക്കാം അല്ലേ? അങ്ങനെ അവൻ നമ്മുടെ മുമ്പിലോട്ട് എത്തിക്കൊണ്ടിരുന്നു വെച്ച്. എന്നാലും പുറത്തിറങ്ങാമെന്ന് ധൈര്യമൊക്കെ സംഭരിച്ച് ആള് തിരിഞ്ഞ ഒരു തക്കം നോക്കി ഞാൻ കാറിൻ്റെ വെളിയിൽ ഇറങ്ങി. കുറേയൊക്കെ ഡയലോഗൊക്കെ വെച്ച് ഷോയൊക്കെ കാണിക്കുന്നുണ്ട്. നല്ല പേടിയുണ്ടായിരുന്നു മനസ്സിൽ. കാരണം ഓടേണ്ടതാണല്ലോ, കാറ് സ്റ്റാർട്ട് ചെയ്യണം, കാറ് സ്പീഡിൽ വിടണം. എന്തിനാലും അവിടെ നിന്ന് ആ ഒരു പേടി കൊണ്ടാണോ എനിക്ക് വിശപ്പും ദാഹവും എന്നെ വളരെ കീഴ്പ്പെടുത്തി നേരെ വെച്ച് വിട്ട് നല്ലൊരു ഫുഡ് കഴിക്കാനുള്ളൊരു സ്ഥലത്തോട്ട്. കപ്പയും ബീഫും, നല്ല കോമ്പിനേഷൻ. പിന്നെ ഒരു ഫിഷ് ഫ്രൈയും കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് നേരെ നമ്മൾ നമ്മുടെ പാലക്കാടിൻ്റെ ഒരു പച്ചപ്പിലോട്ട് ഇറങ്ങി. ഒരു ഏർമാടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് അരുവിയും തനിതായ പച്ചപ്പ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ കുറച്ച് ജമന്തിത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. കുറേ റീൽസും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എന്നാ ഭംഗിയാണെന്നറിയാവോ? നിങ്ങൾക്കതൊക്കെ അവിടെ ചെന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. പിന്നെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ നേരമായിട്ടുണ്ട്. തിരിച്ചു വന്ന വഴിക്ക് കുളിക്കാൻ പറ്റുന്ന ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം ഇരുന്നു. എന്തൊക്കെയോ ആലോചിച്ചു, ചിന്തിച്ചു. കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തീരുമാനങ്ങളെല്ലാം അവിടെ നിന്ന് ഇങ്ങനെ എടുത്തു. നേരെ നമ്മുടെ വീഡിയോസ് നമുക്ക് തീർക്കാൻ സമയമായി. അപ്പം ഇതേപോലെ ചെറിയ ചെറിയ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ എൻ്റെ ഒരു ഹാപ്പിനെസ് മാത്രമാണ് കേട്ടോ. ഇതൊരു എന്താ പറയുക, കൂടുതൽ യൂട്യൂബിൽ ഭയങ്കര എക്സ്പ്ലോർ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടിടുന്ന വീഡിയോ അല്ല. ഇതൊക്കെ എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ബൈ.